ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ആഴത്തിൽ പതിയേണ്ട ഒരു ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിലയാണ്. നമ്മൾ വിലയുള്ളവരാണ്. ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ വിലയുള്ളവരാണ് എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നെപ്പോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്നും നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, ഒരുപക്ഷെ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിനക്കൊരു വിലയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിഷമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയമായിട്ട് എനിക്ക് കഴിവില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ള ദൈവവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിൻ്റെ കരങ്ങളിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വിലയുള്ളവരാണ്. ഇതാണ് ഈശോ മിശിഹായിലൂടെ പിതാവായ ദൈവം നമുക്ക് കാണിച്ചു തന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും.